ചോദിക്കുകയാണ്, 5:30 മണിക്കല്ലേ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ചോദിക്കുമ്പോൾ പോലെ എന്താണ് ഞാൻ കാത്തിരിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം ഞാനിരിക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്താണ്. ആ വീടിൻ്റെ ഓടിട്ടൊരു വീട്. ആ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വെൺമേഘങ്ങൾ കൊണ്ടൊരു മാതാവിൻ്റെ മുഖം. അതൊരു ചെറിയ മുഖമായിരുന്നു. അതിങ്ങനെ നമ്മൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണില്ലേ, ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് കയറി വരുന്നത് പോലെ ആ മുഖം ഇങ്ങനെ ആ ഓടിട്ട വീടിൻ്റെ പിൻവശത്തു നിന്ന് ആകാശത്ത് ഇങ്ങനെ പൊന്തി പൊന്തി വന്ന് അത് ആ ആകാശം മുഴുവനും നിറയുന്ന ഒരു മുഖമായിട്ട് മാറി. ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് ആ ഇങ്ങനെ കണ്ടിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും. അത്രയ്ക്ക് ഭയങ്കര ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ, ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മാതാവിൻ്റെ മുഖം നടുക്കിൽ 2 സൈഡിൽ മാലാഖമാരാണോ എന്തൊക്കെയോ ഇങ്ങനെ സ്വർഗീയമായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട്. വായു ഇങ്ങനെ അമ്മ വന്നു, മാതാവ് വന്നു കാണാം. അപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അവസാനം എൻ്റെ അമ്മ ഇറങ്ങി വന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് എന്തോ ഒന്ന് കൊടുത്തു. അപ്പോൾ ഞാനത് നോക്കുകയാണ് എന്താണ് കൊടുക്കണേന്ന് ഓർത്ത് നോക്കുമ്പം എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞ് മാതാവിൻ്റെ രൂപം. അപ്പോൾ ഞാൻ ഈ സ്വപ്നം കണ്ടിട്ട് പലരോടും എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞത് അതൊരു വെണ്ണക്കല്ല് കൊണ്ടുള്ളൊരു രൂപം, കൊച്ചു മാതാവിൻ്റെ ഒരു രൂപം എന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരുന്നത്. അതങ്ങനെ കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൻ്റെ ശ്വാസം മുട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മാറുകയുണ്ടായി. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പോയ അന്ന് തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് കുഞ്ഞിനെ മാതാവ് രക്ഷിക്കുകയും ചെയ്തു. ഒരു തീപിടുത്തത്തിൽ നിന്ന് വീട് മുഴുവൻ ഒരു പ്രത്യേക തരം സുഗന്ധം നിറയുകയും ഞാനത് ആ സുഗന്ധം ഇതെന്ത് ഇത്ര മാത്രം മണം വരണേ എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പം കൊച്ച് തീപ്പെട്ടി ഉരച്ച് ബെഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആരോ വന്ന് തല്ലിക്കെടുത്തിയതുപോലെ അത് കിടുകയും ഒരു വലിയ വീട് മുഴുവൻ കത്തിപ്പോകാവുന്ന ഒരവസ്ഥയിലാണ് അവൻ ആ കത്തിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ ഒരു വലിയ അപകടത്തിന് രക്ഷിക്കുകയും ചെയ്തു. 2019 ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് ഞാനൊരു പ്രാവശ്യം കൂടി പുതുക്കുകയും ചെയ്തു. അന്ന് എൻ്റെ അറിവ് കുറവുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഉടമ്പടി എടുക്കുന്നത് എന്നാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി. ആ പുതുക്കൽ കഴിഞ്ഞതോടുകൂടി പിന്നെ ഞാൻ ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞല്ലോ, പിന്നെ അത് ചെയ്യണ്ട എന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്.